It's okay. Good morning. Good morning, sir. Morning, sir. Morning. Okay. Yes, നമുക്ക് ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ, യെസ്. സോ നമ്മൾ ഫാറ്റീഗിലായിരുന്നു അല്ലെ, ഫാറ്റീഗ് ഫെയിലിയറിലായിരുന്നു. അപ്പോൾ ഫാറ്റീഗ് എങ്ങനെയാണ് ഫാറ്റീഗ് സംഭവിക്കുക നമ്മൾ നോക്കി. പിന്നെ അതുപോലെ ഫാറ്റീഗ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പോൾ ഫറ്റീഗ് നമ്മൾ പ്രിവെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയിട്ട് നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വലിയ വലിയ ലോസിലേക്കാണ് അത് കൊണ്ടുവരാം. ഓക്കെ, റൈറ്റ്. സോ ബിക്കോസ് ദ മെറ്റീരിയൽ വിൽ ഫെയിൽ അബ്രപ്റ്റ്ലി അല്ലെ, പെട്ടെന്ന് വേണമെങ്കിൽ ഫെയിൽ ആവാം. ആസ് എ ബ്രിട്ടിൽ മെറ്റീരിയൽ ഫെയിൽ ആവുന്നത് പോലെ തന്നെ യുവർ ഡക്റ്റൈൽ മെറ്റീരിയൽ ക്യാൻ ഓൾസോ ഫെയിൽ. ഓക്കെ, വെരി സബ്ജക്ട് ടു റൊട്ടേഷണൽ അല്ലെ. അതിലൊരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതൊരു മെഷീൻ കോമ്പണന്റ് എടുത്താലും അതിൽ ഒരു റൊട്ടേറ്റിംഗ് കോമ്പണന്റ് മിക്കവാറും ഉണ്ടാവും. പവർ ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിൽ അതിലൊരു റൊട്ടേറ്റിംഗ് കോമ്പണന്റ് എന്തായാലും ഉണ്ടാവും അല്ലെ. ഈ റൊട്ടേറ്റിംഗ് കോമ്പണന്റ്സിനൊക്കെ ഇപ്പം ഒരു അഡീഷണൽ വെയിറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ പോലും അതിന്റെ സെൽഫ് വെയിറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അല്ലെ. ആ മെറ്റീരിയലിന് ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട്. സെൽഫ് വെയിറ്റ് കൊണ്ട് തന്നെ സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലിൽ ഒരു UDL പോലെ ആക്ട് ചെയ്യും. അപ്പൊ ഓക്കെ, റൈറ്റ്. അതുകൊണ്ട് തന്നെ അതിലൊരു ബെൻഡിങ് സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വെൻ ദർ ഇസ് എ ബെൻഡിങ്, വാട്ട് ഹാപ്പൻസ് ഇസ് അവിടെ ഒരു പിന്നെ ഫറ്റീഗ് വരും. ഫറ്റീഗ് വരുമ്പോൾ ദ ചാൻസസ് ഓഫ് ഫെയിലിയർ ഈസ് വെരി ഹൈ. ഇറ്റ് ബിക്കംസ് അൺപ്രഡിക്റ്റബിൾ മോസ്റ്റ് ഓഫ് ദ കേസ്, റൈറ്റ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റഡീസ് ഇതിന്റെ മുകളിൽ നടന്നു. ഓക്കെ, എങ്ങനെയാണ് ഫറ്റീഗ് ഒഴിവാക്കാം എന്നുള്ളതിന്റെ ഒരുപാട് സ്റ്റഡീസ്, അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ സേഫ് ആയിട്ട് ഒരു സാധനത്തിന് ഡിസൈൻ ചെയ്യാന്നുള്ള സ്റ്റഡീസ് ഒരുപാട് നടന്നു ഇൻ ഫറ്റീഗ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഡോക്ടർ മുറേ, ഓക്കെ, MOO, ഐ ഡോണ്ട് നോ ഹൗ ടു സ്പെൽ, ഓക്കെ, ഡോക്ടർ MOORE, ഓക്കെ, നമുക്ക് മൂരി എന്നെങ്ങനെ പറയാം അല്ലെ. ഡോക്ടർ മുറേ did a test. Okay, പുള്ളി ഒരു ടെസ്റ്റ് മുന്നോട്ടേക്ക് വെച്ചു. ആൻഡ് ദാറ്റ് ടെസ്റ്റ് ഇസ് കോൾഡ് റൊട്ടേറ്റിംഗ് ബീം ടെസ്റ്റ്. ഓക്കെ, റൊട്ടേറ്റിംഗ് ബീം ടെസ്റ്റ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പിന്നെ നമ്മളെ നോർമൽ സ്റ്റാറ്റിക് മെറ്റീരിയലിന്റെ കേസിൽ നമ്മൾ ചെയ്തൊരു ടെസ്റ്റ് ആയിരുന്നു UTM ബേസ് ചെയ്തിട്ടുള്ള അല്ലെ, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ടെസ്റ്റിംഗ് നടത്തിയത്. റൈറ്റ്. നൗ ഹിയർ in this condition we are going to test the fatigue failure അല്ലെങ്കിൽ variable loading condition, right? Now for that the test kind of apparatus that is used, or the equipment that is used, is called the rotating beam test. Okay, the test is called the rotating beam test, and ഒരു ടെസ്റ്റിംഗ് apparatus ആണ് നമ്മുടെ കയ്യിലുള്ളത്, right? The testing apparatus looks something like this. Okay, അപ്പോൾ ഇതിന്റെ കോമ്പണൻസ് ഞാൻ പറയാം. ഇതിന്റെ കേസിൽ you have a specimen, you have a standard specimen. A standard specimen ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും, സ്റ്റാൻഡേർഡ് സ്പെസിമെൻ, റൈറ്റ്. സോ സ്റ്റാൻഡേർഡ് സ്പെസിമെന്റെ കേസിൽ ഇറ്റ് ഇസ് ഹാവിംഗ് എ ടോട്ടൽ ലെങ്ത് ഓഫ് 85 mm, ആൻഡ് അതിന്റെ ഒരു സെന്റർ പോർഷനിൽ യു ക്യാൻ സി എ റേഡിയസ്. ഓക്കെ, ഒരു റേഡിയൽ ആയിട്ടുള്ള ഒരു കട്ടിംഗ് ആണ് അവിടെ ഉള്ളത്. ആൻഡ് ദ റേഡിയസ് ഇസ് 250 R. ഓക്കെ, 250 mm is the radius. Okay, now at the center point the diameter is 7.5 mm. Okay, 7.5 mm is the center point diameter, right? Right. Total length 85 mm ആണ്, 7.5 mm സെന്ററിൽ, അതുപോലെ റേഡിയസ് ഈസ് 250 mm. റൈറ്റ്. ഈ പോയിന്റിലെ ഇവിടുത്തെ ഈ കർവേച്ചറിന്റെ റേഡിയസ് ഈസ് 250 mm. ഓക്കെ, സോ ദാറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് സ്പെസിമെൻ. സോ ഡോക്ടർ മൂറെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് സ്പെസിമെനിലെത്തി ആ സ്പെസിമെനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹി ആക്ച്വലി made an apparatus. Okay, so the apparatus looks something like this. Okay, see ultimately ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു ഫറ്റീഗ് ഫെയിലിയറിന്റെ കേസിൽ നമ്മളൊരു കുറച്ച് ഒബ്സർവേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ ബേസിക് കുറച്ച് ഒബ്സർവേഷൻസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. സോറി, ഇതൊക്കെയായിരുന്നു നമ്മൾ ഒബ്സർവേഷൻ അല്ലെ. എന്ന് വെച്ചാൽ മെറ്റീരിയൽ എപ്പോഴാണ് ഫെയിൽ ആവുക, മെറ്റീരിയൽ ഫെയിൽ ആകുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ലോവർ സ്ട്രെങ്ത്തിലാണ് മെറ്റീരിയൽ ഫെയിൽ ആവുന്നത്. അതുപോലെ പിന്നെ നമ്പർ ഓഫ് സൈക്കിൾസ് കൂടുന്നതിനനുസരിച്ച് ഫെയിലിയർ ആവാനുള്ള പോസിബിലിറ്റിയും കൂടും. ഇപ്പൊ രണ്ട് ഫാക്ടേഴ്സ് ആണ് മെയിൻലി എഫക്ട് ചെയ്യുന്നത്. ഒന്ന് സ്ട്രെസ് ആണ്, രണ്ടാമത് നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് അല്ലെ. സോ നമ്മൾ ഏറ്റവും സിമ്പിൾ സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു റൊട്ടേറ്റിംഗ് സാമ്പിളിലാണ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു സാമ്പിൾ ഹാസ് ടു ബി റൊട്ടേറ്റഡ്. ഓക്കെ, അപ്പൊ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്കൊരു ഈ ഒരു ടെസ്റ്റ് അപ്പാരറ്റസ് വേണം നമുക്ക് തന്നെ വേണമെങ്കിൽ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് അവിടെ സ്ട്രെസ് അപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ യു ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ് ഓർ എ മൊമെന്റ് അല്ലെ. നമുക്ക് ഇവിടെ ഒരു മൊമെന്റ് അപ്ലൈ ചെയ്യണം, ഡയറക്റ്റ് ഒരു മൊമെന്റ് അപ്ലൈ ചെയ്യണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് ടു റൊട്ടേറ്റ് അല്ലെ, റൊട്ടേഷൻ നടക്കണം. അപ്പോൾ മൊമെന്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുള്ളി ഒരു വെയിറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി. സി യു ക്യാൻ സീ ഫ്രം ഹിയർ ദ സ്പെസിമെൻ
two ends of the specimen is attached to a weight setup. Okay, so that means ഈ രണ്ട് പോർഷനും ഒരു ഡൗൺവേർഡ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, റൈറ്റ്? സോ അത് ദാറ്റ് വിൽ കോസ് എ മൊമെന്റ്. ഓക്കെ, ഞാൻ ഡയറക്റ്റ് മൊമെന്റ് വരുന്ന കേസായി. ഓക്കെ, ഇതുപോലെ രണ്ട് എൻഡിലും ഡയറക്റ്റ് മൊമെന്റ് അപ്ലൈ ചെയ്യുന്ന കേസാണ് അത്, റൈറ്റ്? നോ നമുക്ക് ആ മൊമെന്റിന്റെ വാല്യൂ വാരി ചെയ്യാം. എന്ത് മതി? വെയിറ്റ്, നമ്പർ ഓഫ് വെയിറ്റിന്റെ മുകളിൽ ആഡ് ചെയ്യുന്നതിന്റെ എണ്ണം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താവും അവിടുത്തെ മൊമെന്റിന്റെ വാല്യൂ മാറും, അല്ലെ? വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ വെയിറ്റ് എഫക്ട് ഒന്നുണ്ടാവുന്ന അവസ്ഥയായിരിക്കില്ല രണ്ടെണ്ണം വെക്കുമ്പോൾ, അതായിരിക്കില്ല മൂന്നെണ്ണം വെക്കുമ്പോൾ, അല്ലെ? അപ്പോൾ when you are varying the weights, the moment acting at the specimen also changes, right? So first objective കഴിഞ്ഞു, we are changing the moment. When you change the moment, the stress will obviously change, അല്ലെ? കാരണം നമ്മുടെ ബെൻഡിങ് സ്ട്രെസ് ആണ്, നമുക്കറിയാം. your bending stress is given by sigma is equal to m by I into y ആണ്, അല്ലെ? മാക്സിമം സ്ട്രെസ് എവിടെ ഉണ്ടാവും? when y is maximum, അല്ലെ? സ്ട്രെസ് മാക്സിമം ആവുന്നത് when y is maximum and the moment is maximum, right? See, so that means your stress is directly proportional to moment ആണ്. So when you are increasing the weight, okay, y എല്ലാം ഈ ഒരു ക്രോസ് സെക്ഷൻ സെയിം സ്പെസിമെൻ ആണ്, അപ്പോൾ y ഒക്കെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ എന്ത് മതി? ഇവിടുത്തെ സ്ട്രെസ് കൂട്ടാൻ എന്ത് വേണം? you have to, if you increase the moment, the stress acting on the specimen will increase. Now if you decrease the moment, the stress acting on that one will obviously decrease. Okay, so by varying the weight, you can change the stress acting on the specimen. First objective confirm, clear ആയി, right? രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ഈ സ്പെസിമെൻ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെ? റൊട്ടേറ്റ് ചെയ്യാൻ എന്ത് വേണം? ഒരു ഇലക്ട്രിക് മോട്ടർ വേണം. സോ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എൻ ഇലക്ട്രിക് മോട്ടർ. അത് മാത്രം പോരാ, നമുക്ക് എത്ര റൊട്ടേഷനിലാണ് ഇത് ബ്രേക്ക് ആവാന്നും കൂടെ അറിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ യു വിൽ ആഡ് വൺ മോർ തിങ്, ദാറ്റ് ഇസ് കോൾഡ് റെവല്യൂഷൻ കൗണ്ടർ. ഓക്കെ, എത്ര റൊട്ടേഷൻസ് വന്നു എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെവല്യൂഷൻ കൗണ്ടറും കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദ അപ്പാരറ്റ് ഈസ് വെരി സിമ്പിൾ. എന്താണ്? സ്പെസിമെൻ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് വെച്ചു. സ്പെസിമെനിൽ മൊമെന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൊമെന്റിന്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ആഡ് ചെയ്തു, വേർ യു ക്യാൻ ആഡ് ദ വെയിറ്റ്. Okay, and then it is connected to an electric motor. The electric motor will rotate the specimen, right? And there is a revolution counter to calculate the number of revolutions. എത്ര revolutions വരുമ്പോഴാണ് ഈ മെറ്റീരിയൽ ബ്രേക്ക് ആവുന്നതെന്ന് അറിയണം, റൈറ്റ്? ഇതുവരെ ക്ലിയർ ആണോ? ആണോ? Yes, sir. Yes, sir. Yes, sir. അല്ലേ? ഒരു സെക്കൻഡ്. ഓക്കെ, റൈറ്റ്. നോ ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറഞ്ഞത്, അല്ലെ? റൊട്ടേറ്റിംഗ് ഇൻഡസ്ട്രിയുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പും സ്പെസിമെനും. നോ ഡോക്ടർ മോറെ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഓരോ ഡിഫറെന്റ് മെറ്റീരിയൽസ്, ഫോർ എക്സാമ്പിൾ മൈൽഡ് സ്റ്റീൽ ഉണ്ട്, അലുമിനിയം ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് മെറ്റീരിയൽസിനെ ഈ റൊട്ടേറ്റിംഗ് ബീം ടെസ്റ്റിലൂടെ കടത്തി വിട്ടിട്ട് നോക്കുകയാണ് എപ്പോഴാണ് ഈ മെറ്റീരിയൽ ഫെയിൽ ആവുന്നത്. നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഇൻഫർ ചെയ്യാൻ പറ്റുമോ നമുക്ക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഫാറ്റിഗ് ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് സ്പെസിമെൻ, ഒരു സ്പെസിമെൻ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ടെസ്റ്റിംഗ് നടത്തുകയാണ് ചെയ്തത്. ഓക്കെ, നോ വെൻ ദിസ് റൊട്ടേറ്റ്സ്, നമുക്കറിയാം വെൻ ദ സ്പെസിമെൻ റൊട്ടേറ്റ്സ്, ഇതായിരിക്കും അതിന്റെ അവസ്ഥ, അല്ലെ? നമ്മൾ ഓൾറെഡി ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഓക്കെ, സോ വെൻ ദ മെറ്റീരിയൽ റൊട്ടേറ്റ്സ്, നമുക്ക് ഡിഫറെന്റ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിവേഴ്സ്ഡ് സ്ട്രെസ് കണ്ടീഷൻ, അല്ലെ? റിവേഴ്സ്ഡ് സ്ട്രെസ് കണ്ടീഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുക, റൈറ്റ്? സിമ്പിൾ റിവേഴ്സ്ഡ് സ്ട്രെസ് കണ്ടീഷൻ, റൈറ്റ്? നൗ സി വാട്ട് ഹി ഡിഡ് വാസ്, നൗ ഹിയർ നമുക്ക് ഇവിടെ അനലൈസ് ചെയ്യേണ്ടത് സ്ട്രെസ് നമ്പർ ഓഫ് റൊട്ടേഷനിൽ, ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് സ്ട്രെസ്സിൽ നമ്പർ ഓഫ് റൊട്ടേഷൻസ് വാരി ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ ഹിയർ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ആക്ച്വലി പ്ലോട്ടിംഗ് എ curve with number of turns, number of revolutions n along x-axis. Okay, number of revolutions and stress value along y-axis. നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ ആയിട്ടുള്ള എസ് എന്നായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, നൗ ഇവിടെ ഈ ഒരു കേസ് നമുക്ക് ഇത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ലോഗരിതം ഗ്രാഫ്. ഓക്കെ, ലോഗ് എസ് ആൻഡ് ലോഗ് എൻ കർവ്. ഓക്കെ, ലോഗ് എസ്, നാച്ചുറൽ ലോഗ് എസ് ആൻഡ് ലോഗ് എൻ ഗ്രാഫിലാണ്, ലോഗരിതമിക് ഗ്രാഫിലാണ് നമ്മളിത് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് ആക്ച്വലി എൻ എസ് എൻ കർവ് എന്ന് പറയാം. ഓക്കെ, എസ് എൻ കർവ് ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? സോ this is logarithm of the stress value, and along x-axis you will get the number of revolutions. Okay,
So we'll test it for an infinite number of revolutions. Okay, infinite number of revolutions ആണ് പറയുന്നതെങ്കിലും infinite number of revolutions ആണെന്ന് പറയുന്നെങ്കിലും we'll restrict it to 10 to the power 6 revolutions. Okay, അപ്പോൾ തന്നെ 1,00,000 revolutions ആയി. Okay, so we'll എക്സ്പെരിമെന്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ മൈൽഡ് സ്റ്റീൽ എടുത്തു. മൈൽഡ് സ്റ്റീൽ സ്പെസിമെനെ നമ്മൾ ഈ ഒരു അപ്പാരറ്റസിൽ വെച്ചു. വിൽ അപ്ലൈ സം വെയിറ്റ്. ഓക്കെ, ഇനീഷ്യലി ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സിംഗിൾ ബാർ മാത്രം വെക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഒരു സിംഗിൾ ബാർ മാത്രം വെക്കുകയാണെങ്കിൽ M1, ലെറ്റ് M1 be my moment acting on the specimen. ഓക്കെ, ഒരു M1 എന്നുള്ള മൊമെന്റ് ആക്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് വി ആർ making it to rotate. Okay, and we'll see at what point the first crack develops in the specimen. Okay, specimen എപ്പോഴാണ് ആദ്യത്തെ ക്രാക്ക് വരുന്നത് നോക്കുക. ഓക്കെ, ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് നോട്ടഡ്. ഓക്കെ, എത്ര റെവല്യൂഷൻ ആകുമ്പോഴാണ് ആ ഒരു പെർട്ടിക്കുലർ ക്രാക്ക് വരാൻ നോക്കും. ഓക്കെ, നൗ അഗെയിൻ ദിസ് എക്സ്പെരിമെന്റ് ഇസ് റിപ്പീറ്റഡ് ബൈ ആഡിങ് വൺ മോർ വെയിറ്റ്. ആദ്യം ഒരു വെയിറ്റ് വെച്ചു, റൊട്ടേറ്റ് ചെയ്തു, എത്ര റെവല്യൂഷൻ ആകുമ്പോഴാണ് ക്രാക്ക് വരുന്നത് നോക്കി. രണ്ടാമത് വീണ്ടും വെയിറ്റ് ആഡ് ചെയ്തു, വീണ്ടും റൊട്ടേറ്റ് ചെയ്തു, ആൻഡ് അതും ചെക്ക് ചെയ്തു എപ്പോഴാണ് ക്രാക്ക് വരിക. വീണ്ടും വെയിറ്റ് ആഡ് ചെയ്തു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ വെയിറ്റിൽ തന്നെ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് ആണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, right, and the result was something like this. Okay, see, when he did this for mild steel, for steel, okay, when he did this experiment for steel, so his the result that he got was actually when the stress value was very high. Okay, when he gave a very high stress value, something related to something almost equivalent to yield tensile strength. See, the final graph you will get is something like this. Okay, so when it was almost equivalent to the yield strength of a minute. One second. Oh, sorry. When it was almost equal to the ultimate tensile strength. Okay, material ultimate tensile strength in ultimate tensile strength ആണ് മെറ്റീരിയൽ വെക്കുന്നത് എങ്കിൽ, and we are making it to rotate. Okay, it will break suddenly. Okay, maximum മെറ്റീരിയൽ താങ്ങാൻ പറ്റുന്ന സ്ട്രെങ്ത് ആണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിനിമം നമ്പർ ഓഫ് റെവല്യൂഷനിൽ തന്നെ നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ the material breaks. Okay, the material breaks. So the material breaks somewhere here. Okay, with minimum number of revolutions then the material is breaking. Now when the stress was reduced, okay, ultimate tensile strength കുറച്ച് stress reduce ചെയ്ത സമയത്ത് it was found that the material is breaking somewhere here. Okay, the experiment was repeated again. He found some points somewhere here. Okay, now again the stress was decreased. Again stress കുറച്ചു, വീണ്ടും he made it to rotate. Okay, rotate ചെയ്ത സമയത്ത് കുറച്ച് കൂടുതൽ ലൈഫ് അതിന് കിട്ടുകയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ സ്ട്രെസ് വാല്യൂ കുറക്കുന്നതിനനുസരിച്ചിട്ട് പുള്ളിക്ക് കണ്ടൊരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് വാല്യൂ കുറക്കുന്നതിനനുസരിച്ചിട്ട് it can withstand more number of revolutions. Okay, more number of revolution. Again, upon decreasing, he got a value somewhere here. Now, അതേ സ്ഥലത്ത് തന്നെ അതേ കേസ് തന്നെ മൾട്ടിപ്പിളൈസ് ചെയ്തപ്പോൾ he got value somewhere ഈ പല വാല്യൂസ് കിട്ടി. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പല പോയിന്റ്സിലാണ് വാല്യൂസ് വന്നത്. Okay, again on decreasing the stress, the value was somewhere here. So it was actually decreasing. Okay, sorry, number of turns was actually increasing. Okay, number of revolution that the material can withstand was actually increasing when the stress value was decreased. Okay, now again what happens is again when the stress was decreased, number of turn got increased, and this trend followed. Okay, ഇതുപോലെ ഇങ്ങനെ ഒരുപാട് വാല്യൂസ് പുള്ളിക്ക് കിട്ടി. Okay, and this trend followed up to a particular limit. Okay, ശ്രദ്ധിച്ചപ്പോ ഇങ്ങനെ സ്ട്രെസ് വാല്യൂ കുറച്ച് വന്നപ്പോ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ ഈ ഒരു ട്രെൻഡ് ആയിരുന്നു ഫോളോ ചെയ്തത്. അതിനുശേഷം the graph was becoming asymptotic, അല്ലെങ്കിൽ it was becoming almost straight. Okay, so the nature, see, he got a cluster of points. പല ഒരുപാട് തവണ millions of number of times, thousands of times ഈ എക്സ്പെരിമെന്റ് പിന്നെ കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞപ്പോൾ he got a clusters of points, but ultimately what he found was there was a border. Okay, ഇത് ഒരുപാട് പോയിന്റ്സ് കിട്ടി, ഇതിനൊരു ബോർഡർ ഉണ്ട്, അത് ഏതാണ്ട് ഇതുപോലെയാണ് പോകുന്നത്. Okay, so initially he found that when the stress value was decreased, initially stress decrease ചെയ്യുന്ന സമയത്ത് അതിന് ലൈഫ് കൂടാണ്, നമ്പർ ഓഫ് റൊട്ടേഷൻസ് അതിന് കൂടുതൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എഗെയിൻ വീണ്ടും കുറച്ച് സമയത്ത് വീണ്ടും കൂടുതൽ റെവല്യൂഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വന്ന് പക്ഷെ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് എത്തിയതിനു ശേഷം വീണ്ടും സ്ട്രെസ് കുറക്കുമ്പോൾ സി ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സേഫ്. ഓക്കെ, അതിനുശേഷം മൈൽഡ് സ്റ്റീലിന്റെ കേസിലാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റീലിന്റെ കേസിലാണ് പറയുന്നത്. ഹി ഒബ്സർവ്ഡ് വാസ് ദ ഗ്രാഫ് വാസ് ബിക്കമിങ്
asymptotic. Okay, so that was not converging to the x-axis. That almost straight line ആയിട്ട് പോകുന്നു മനസ്സിലാക്കി. Okay, and that limit he named it as endurance limit. Okay, so you can see the actual graph. It is something like this. Okay, so ഇങ്ങനെ വരും. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ അതിന്റെ നമുക്ക് നമ്പർ ഓഫ് പോയിന്റ്സ് കിട്ടും. ആ നമ്പർ ഓഫ് പോയിന്റ്സിനെ അതിന്റെ ആവറേജ് പോയിന്റ്സ് മാത്രം എടുത്തിരിക്കുകയാണ്. ഓക്കെ, ആവറേജ് പോയിന്റ്സ് മാത്രം. ഇതൊക്കെയാണ് ഫെയിലിയർ പോയിന്റ്സ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഈ ഒരു സ്ട്രെസ്സിന്റെ കണ്ടീഷനിൽ ഇത്രയും സ്ട്രെസ് കൊടുത്ത സമയത്ത് ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ഇത്രയും നമ്പർ ഓഫ് റെവല്യൂഷൻസ് മാത്രമായിരുന്നു. ഓക്കെ, സിമിലർലി സ്ട്രെസ് കുറച്ച് സമയത്ത് ഇറ്റ് കുഡ് വിത്ത്സ്റ്റാൻഡ് ദിസ് മച്ച്. ഓക്കെ, സ്ട്രെസ് വീണ്ടും കുറച്ചു, ഇതുവരെ കുറച്ച് സമയത്ത് ഇറ്റ് കുഡ് വിത്ത്സ്റ്റാൻഡ് ദിസ് മച്ച് നമ്പർ ഓഫ് റെവല്യൂഷൻസ്. ഓക്കെ, നോ വീണ്ടും കുറച്ച് സമയത്ത് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദിസ് മച്ച്. നോ വീണ്ടും കുറച്ച് സമയത്ത് ഇനി ഇവിടുന്ന് താഴേക്ക് നമ്മൾ സ്ട്രെസ് കുറക്കുന്നതിനനുസരിച്ചിട്ട് ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ഫീൽഡ് അല്ലെ. ഇതിന് ഈ ഒരു പോയിന്റ് തൊട്ട് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ബിക്കമിങ് അസിംപ്ടോട്ടിക്, ഡിക്രീസ് ചെയ്യുന്നില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോവാണ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ താഴെയാണ് ഞാൻ സ്ട്രെസ് വെക്കുന്നതെങ്കിൽ it was found that for the case of mild steel or steel in general, okay, for steel in general, the material is not getting failed. Okay, material fail ആവുന്നില്ല, right? So he named that limit as the endurance limit stress. Okay, now and he named it as an endurance limit stress. Okay, അല്ലെങ്കിൽ it is also called endurance limit. Simple ആയിട്ട് endurance ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ, എൻഡ്യൂറൻസ് ലിമിറ്റ് ബിയോണ്ട് വിച്ച് നമ്മൾ സ്ട്രെസ് ഇതിൽ താഴെയാണ് നമ്മൾ സ്ട്രെസ് വാല്യൂ കീപ്പ് ചെയ്യുന്നതെങ്കിൽ ദ പോസിബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു ഫെയിൽ ഇൻ ഫറ്റീഗ് ഓർ സൈക്ലിക് ലോഡിംഗ് ഈസ് വെരി 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 ലോ ഓർ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. ഓക്കെ, അല്ലെങ്കിൽ ഫെയിലിയർ സംഭവിക്കുന്നേ ഇല്ല എന്നാണ് ഈ ഒരു എക്സ്പെരിമെന്റ് മനസ്സിലാക്കിയത്. ഓക്കെ, ആൻഡ് ദിസ് ഗ്രാഫ് ഈസ് ഓൺലി വാലിഡ് ഫോർ ഫെറസ് മെറ്റീരിയൽസ്. ഓക്കെ, ലൈക്ക് സ്റ്റീൽ ആൻഡ് ഓൾ. ഓക്കെ, ഫെറസ് മെറ്റീരിയൽസിന്റെ കേസിൽ മാത്രമേ ഈ ഒരു ഗ്രാഫ് വാലിഡ് ആയിട്ടുള്ളൂ. Whereas all ferrous materials in the case, he found that it is following this particular pattern. Okay, it is following this particular pattern. That is, it is initially decreasing and then it is becoming almost straight. So if you keep the stress below this level, the material is safe. Okay, right. So this is the SN curve for steel. Right. Is it clear or no? Yes, sir. പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? പറഞ്ഞത് കട്ടാവുന്നുണ്ടായിരുന്നോ? ഇല്ല, സൗണ്ട് ബ്രേക്ക് ആയിരുന്നോ? മാത്രം കട്ടാൻ തോന്നുന്നു. ആ, ഓക്കെ 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 ഓക്കെ. സി കണ്ടന്റ് ക്ലിയർ ആണോ? എന്താണ് എൻഡ്യൂറൻസ് ലിമിറ്റ്? yes, sir. ഇല്ലേ? യെസ്. അഭിനവ് ഇല്ലേ? Present, sir. അഭിനവ് Present, sir. എടാ, അറ്റൻഡൻസ് അല്ല, എനിക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാ. നീ ഉറക്കത്തിലാണോ? പോളെ അല്ലേ? ഉറങ്ങിപ്പോയാ? അല്ല സാർ, ഇല്ല. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഫൈൻ. സോ മോറി കണ്ടെത്തിയ ഒരു കാര്യം, മെറ്റീരിയൽ നമുക്ക് സ്ട്രെസ് വാല്യൂ ഈ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൽ താഴെ വെക്കുകയാണെങ്കിൽ ഫോർ മൈൽഡ് സ്റ്റീൽ, അപ്പോൾ മൈൽഡ് സ്റ്റീലിന്റെ കേസിൽ it is safe. Okay, the material is safe. Now, similarly, for all ferrous material, this is applicable. For all ferrous material, this graph is applicable. Okay, but it is not applicable for non-ferrous materials. Okay, this is not applicable for non-ferrous materials like aluminum. Non-ferrous materials like aluminum. Okay, aluminum case ഇത് വീണ്ടും ഡിക്രീസ് ചെയ്യുന്ന ട്രെൻഡ് ആണ് കാണുന്നത്. ഓക്കെ, വീണ്ടും ഇത് ഡിക്രീസ് ചെയ്യുന്ന ട്രെൻഡാണ് കാണുന്നത്. തൽക്കാലം നമുക്ക് അലുമിനിയത്തിന്റെ കേസ് പഠിക്കാനില്ല, നമുക്ക് ആ കൂടെ പഠിക്കാനുള്ളത് സ്റ്റീലിന്റെ കേസ് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കൊരു ഫറ്റീഗ്, ഒരു റൊട്ടേഷൻ വരുന്നുണ്ടെങ്കിൽ, ഒരു മെറ്റീരിയൽ അവിടെ റൊട്ടേറ്റിംഗ് കേസ് വരുന്നുണ്ടെങ്കിൽ, ആ മെറ്റീരിയലിന്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് വാല്യൂ എടുക്കുക. ആ എൻഡ്യൂറൻസ് സ്ട്രെങ്ത്തിന്റെ വാല്യൂല് താഴെ ആയിരിക്കണം അതിൽ ആക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആക്ട് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ ദ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. അതുകൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, എക്സ്റ്റേണൽ സ്ട്രെസ് ഷുഡ് ബി ലെസ് ദാൻ ultimate tensile strength, and also it should be less than the endurance strength of the material. Okay, so your endurance limit can be defined as something like this. Okay, the endurance limit
The fatigue or endurance limit of a material is defined as the maximum amplitude of completely reversed stress. Okay, maximum amplitude of completely reversed stress that the standard specimen can sustain for an unlimited number of cycles without fatigue failure. Okay, and the unlimited number of cycles for 10 to the power 6 cycles. Okay, so in short, നമുക്ക് പറയാം നമുക്കിത് സ്റ്റേറ്റ്മെന്റും ഗ്രാഫും വെച്ചിട്ടൊന്ന് റിലേറ്റ് ചെയ്യാം. The fatigue or endurance limit of a material is defined as the maximum amplitude of completely reversed stress. അല്ലെ, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് കംപ്ലീറ്റ്ലി റിവേഴ്സ് സ്ട്രെസ്. ഇവിടെയാണ് സ്ട്രെസ് ഉള്ളത്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്ര ഇവിടെ വെച്ചാൽ ഞാൻ എന്റെ സ്ട്രെസ് വാല്യൂ, ഫോർ എക്സാമ്പിൾ സ്ട്രെസ് വാല്യൂ ഇത് 100 ആണെന്ന് വിചാരിക്കാം, എൻഡ്യൂറൻസ് പോയിന്റ് 100 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന സ്ട്രെസ് വാല്യൂ ഇഫ് ഇറ്റ് ഇസ് 10, okay, then it is safe. Endurance-ന്റെ കേസിൽ it is safe. Now if I am taking 20, it is safe. 30 safe, 50 safe ആണ്, 80 safe ആണ്, 90 safe ആണ്. But when you cross this limit to 110 ആയി കഴിഞ്ഞാൽ the possibility of the material to fail is more. എന്താവും, ഇത്രയും 10 to the power 6 സൈക്കിളിന്റെ മുകളിൽ പോയി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് 10 to the power 6 സൈക്കിളിന്റെ അടുത്തെത്തുമ്പോൾ the material will fail. Okay, അല്ലാത്ത കേസുകളിൽ up to 10 to the power 6 cycle the material is safe. Okay, up to 10 to the power 6 cycle or infinite number of cycles 10 to the power 6 cycles ആണ്. Okay, the material is safe. Okay, alright, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യം fatigue or endurance limit of a material is defined as the maximum amplitude of completely reversed stress that the standard specimen can sustain for an unlimited number of cycles. Okay, that a standard specimen can sustain for an unlimited number of cycles. That is called the endurance limit. So this is the endurance limit and this is a SN curve for steel. Okay, അത് പ്രത്യേകിച്ച് പറയണം, this is SN curve for steel. Right. So the endurance ലിമിറ്റിന്റെ കേസിൽ endurance limit നമ്മൾ ഈ ultimate tensile strength പോലെ അത് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി അല്ല. Okay, it varies. It depends upon the size of the component, shape of the component, surface finish, temperature and the notch sensitivity of the material. It's a very important point. അത് നോട്ട് ചെയ്യണം. Okay, the endurance limit actually depends upon the size of the component, shape of the component, സർഫസ് ഫിനിഷ്. കാരണം സർഫസ് ഫിനിഷ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ടെസ്റ്റ് സ്പെസിമെൻ ഇവിടെ വെക്കുന്നു പറഞ്ഞു, ടെസ്റ്റ് സ്പെസിമെൻ ഇവിടെ നമ്മൾ ഈ ടെസ്റ്റ് സ്പെസിമെൻ എടുക്കുന്ന സമയത്ത്, സോ ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ. അപ്പോ സ്പെസിമെന്റെ കേസിൽ ഇത് ഏറ്റവും അവസാനം ഇതിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെ ആക്സിലി പോളിഷ് ചെയ്യും. ഓക്കെ, ഇതിനെ ആക്സിയൽ ഡയറക്ഷനിൽ ഇതിനെ ഫൈനൽ പോളിഷ് ചെയ്യും. കാരണം അവിടെ ക്രാക്ക് ഉണ്ടാവരുത്. ഫൈനൽ നീറ്റ് പോളിഷ് ഒക്കെ ചെയ്ത് സ്പെസിമെൻ ആണ് യൂസ് ചെയ്യുക. അത് ആ ഡയമെൻഷനിൽ എടുക്കും, പ്ലസ് അതിനെ ഫുള്ളി പോളിഷ് ചെയ്ത് അതിന് സർഫസിൽ ഒരു ക്രാക്കും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഇതിനെ റൊട്ടേറ്റിംഗ് ബീം ടെസ്റ്റിലേക്ക് കൊണ്ടുപോകുക. ഓക്കെ, so these are the important points. Endurance limit in a true sense is not exactly a property of a material. It is affected by the factors like size of the component, shape of the component, surface finish, temperature and the notch sensitivity of the material. Fine. Okay, now if fatigue in തന്നെ നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Okay, based on the experiment output you can classify it as low cycle fatigue and high cycle fatigue ആയിട്ട് നമുക്ക് തന്നെ ക്ലാസിഫൈ ചെയ്യാം. റൈറ്റ്. അപ്പൊ എന്താണ് ലോ സൈക്കിൾ ഫറ്റീഗ് എന്ന് ചോദിച്ചാൽ, any fatigue failure when the number of stress cycle is less than 1000. Okay, എന്ന് വെച്ചാൽ 1000 റെവല്യൂഷന് ഉള്ളിലാണ് മെറ്റീരിയൽ ഫെയിൽ ആവുന്നെങ്കിൽ then that is low cycle fatigue. Okay, മെറ്റീരിയലിലെ റൊട്ടേഷൻ ഷോർട്ട് ലിവ്ഡ്, വളരെ ചെറിയ ലൈഫ് മാത്രമേ ഉള്ളൂ എങ്കിൽ, ഓക്കെ, ആ ടൈപ്പിനാണ് നമ്മൾ ലോ സൈക്കിൾ ഫറ്റീഗ് എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫെയിലർ ഓഫ് സ്റ്റഡ്സ് ഓൺ ട്രക്ക് വീൽസ്. ഓക്കെ, അതുപോലെ തന്നെ മിസൈൽസിന്റെ ഒക്കെ കേസിൽ ഈ ഒരു കണ്ടീഷൻ ആവില്ല. അതെ. നൗ the second category is high cycle fatigue. അപ്പോൾ ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും. ഹൈ സൈക്കിൾ ഫാറ്റിക് എന്ന് പറയുമ്പോൾ when the material can sustain more than 1000 stress cycle. Okay, അപ്പോൾ 1000 റവല്യൂഷനിൽ മുകളിൽ അതിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ then such type is called high cycle fatigue. ഓക്കെ, നോർമൽ കേസുകളിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്പ്രിങ് ബോൾ ബാരിങ്സ് ഗിയേഴ്സ് ഇതൊക്കെ ഈസ് അണ്ടർ ഹൈ സൈക്കിൾ ഫറ്റിക്. ഓക്കെ, നമ്മൾ ഈ ലോ സൈക്കിൾ ഫറ്റീഗിന്റെ കേസിൽ പ്രത്യേകിച്ച് വേറെ പ്രിവെന്റീവ് മെഷേഴ്സ് കൊടുക്കില്ല. നമ്മൾ ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഹയർ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ലോ സൈക്കിൾ ഫറ്റീഗിന് നമ്മളത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഹയർ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കും. ഓക്കെ, കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദ മെറ്റീരിയൽ ഒരു ഹയർ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്തിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്യുക.
if it is subjected to low cycle fatigue. Okay. Now, for high cycle fatigue, we have to follow a different method for solving such kind of problems. Okay. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. For solving problems on high cycle fatigue, we'll follow different methods based on the SN curve, Soderberg lines, Gerber lines, or Goodman diagrams ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ സോഡർബർഗ് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ ഗർബർ, അത് ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്, ഡിഫറെന്റ് ആളുകൾ തന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ഓക്കെ. അതിൽ ഏതാണ് ബെസ്റ്റ് എഫിഷ്യന്റ് നോക്കിയിട്ട് നമ്മൾ മെത്തേഡ്, ചിലപ്പോൾ 3 മെത്തേഡിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. വിൽ ചെക്ക് വെദർ ദ പോയിന്റ് ഈസ് സേഫ് ഓർ നോട്ട് യൂസിങ് ദീസ് 3 മെത്തേഡ്സ്, സോഡർബർഗ് ലൈൻസ്, ഗർബർ ലൈൻസ്, ഗുഡ്മാൻ ഡയഗ്രാംസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫറ്റീഗ് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ. ഫറ്റീഗ് പ്രോബ്ലത്തിന്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ആകെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ all you have to check is whether the material is safe or not. Okay. എന്ത് ചെയ്യാം, മെറ്റീരിയൽ ഇതിന്റെ അകത്താണോ വരുന്നത്, അല്ല അതിന്റെ പുറത്താണോ വരുന്നത്, ഗ്രാഫിന്റെ അകത്താണോ പുറത്താണോ നമ്മൾ ചെയ്യുന്ന പോയിന്റ് വരിക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. കറക്റ്റ്. അത് പ്രോബ്ലത്തിന്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ. ഐ ഹോപ്പ് ദ കൺസെപ്റ്റ് ഈസ് ഓൾമോസ്റ്റ് ക്ലിയർ. ആണോ? ശാന്ത പോർഷൻ തീർക്കാൻ കുറച്ച് സ്പീഡാക്കിയതാണ്. കൺസെപ്റ്റ് ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആണോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണേ. അത് എത്ര തവണ പറയാൻ എനിക്ക് പ്രശ്നമില്ല. ക്ലിയർ ആണോ? Yes, sir. ഈ ഫറ്റീഗ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അങ്ങോളം വരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആക്കി മനസ്സിലാക്കിയിട്ട് തന്നെ പോകുന്ന ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അത് ഇന്ന് തന്നെ വായിച്ചു നോക്കുക. ഇതിന്റെ ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻ ഉള്ള ബുക്ക് വി ബി ഭണ്ഡാരിയാണ്. ഓക്കെ. വി ബി ഭണ്ഡാരിന്റെ ടെക്സ്റ്റ് എടുക്കുക, ഒരു ഏരിയ ഇന്ന് തന്നെ വായിക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ. സോ ഒറ്റ കാര്യം നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യമുള്ളൂ. ഇതെല്ലാം ശരിക്കും പിന്നെ എന്താ പറയാ, ഇതൊരു നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇപ്പം നമ്മൾ പറയാണ് സ്റ്റീൽ ഡക്റ്റൈൽ മെറ്റീരിയൽ വെക്കുന്നതുകൊണ്ട് പ്രശ്നം. ഇപ്പൊ അത് മാത്രമല്ല, നമുക്കിനി ഒരു കാര്യം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടായിരുന്നു. നമുക്ക് ഒരു മെറ്റീരിയൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് എങ്ങനെ ഫെയിൽ ആയി എന്ന് പറയാൻ പറ്റണം. അതെ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കിപ്പോ ഒരു മെറ്റീരിയല് നിങ്ങൾ പറയാം. ഞാനിപ്പോ പറയാണ് നിങ്ങളോട്, ഞാനൊരു കാസ്റ്റ് അയൺ വെച്ചിട്ട് ഒരു മെഷീൻ കോമ്പണന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാസ്റ്റ് അയൺ ആണ് എന്റെ കോമ്പണന്റ്. ഓക്കെ. ഞാൻ നോക്കിയ സമയത്ത് ഈ കാസ്റ്റ് അയൺ ഇങ്ങനെയാണ് ഫെയിൽ ആയിട്ടുള്ളത്. കാസ്റ്റ് അയൺ ഒരു 45 ഡിഗ്രിയിൽ 2 പീസായി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് മനസ്സിലാക്കണം, ഇത് എങ്ങനെയായിരിക്കും ഫെയിൽ ആയെന്നാ മനസ്സിലാക്കേണ്ടത്? ഒരു 45 ഡിഗ്രി ആ മെറ്റീരിയൽ ഫെയിൽ ആയി എങ്ങനെയായിരിക്കും, എന്തുകൊണ്ടായിരിക്കും അത് ഫെയിൽ ആയത്? ആക്സിയൽ ഫോഴ്സ് കൊണ്ടാണോ ഫെയിൽ? ആണോ? ഞാൻ പറയുന്നത് വെച്ചാൽ 45 ഡിഗ്രിയിൽ ഫെയിൽ, ഒരു ഹെലിക്കൽ കട്ടാണ് എനിക്കിവിടെ നോക്കിയപ്പോ കാണാൻ പറ്റും. ഓക്കെ. 90 ഡിഗ്രി അല്ല, അടുത്ത് ഒരു ഹെലിക്കൽ കട്ടായിട്ടാണ് കാണാൻ പറ്റും. ഹെലിക്കൽ ആയിട്ട് ആണ് അവിടെ കട്ട് വന്നിട്ടുള്ളത്. എങ്ങനെയായിരിക്കും ഫെയിൽ ആയിട്ടുണ്ടാവുക? ഷിയറിംഗ് തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് ഷിയർ ആയത്? അല്ല, കപ്പൻ കോണല്ല, കാസ്റ്റ് അയൺ ആണ്. കാസ്റ്റ് അയൺ എന്ന മെറ്റീരിയൽ ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ്. ആ ബ്രിട്ടിൽ മെറ്റീരിയൽ ഒരു ഹെലിക്കൽ കട്ടായിട്ട് ഞാൻ ഒരു പീസായിട്ട് പോയി നോക്കിയ സമയത്ത് എനിക്ക് അങ്ങനെ കാണാൻ പറ്റും. ആണോ? ബാക്കിയുള്ളവര് എന്താണ് എല്ലാവരും അഭിപ്രായം? എന്തുകൊണ്ടായിരിക്കും ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഫീൽ ആയത്? പറഞ്ഞോ. വേറെ ആർക്കും ആൻസർ ഇല്ല? പറഞ്ഞോ. ഇവിടെ നമ്മളൊരു ചോക്ക് എടുത്തിട്ട് അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. രണ്ട് എൻഡിലും പിടിച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അത് ബ്രേക്ക് ആവുന്ന അങ്ങനെയാണ് അല്ലെ? എന്ന് വെച്ചാൽ
ചോക്ക് ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ് എന്ന് വെച്ചാൽ അവിടെ ഫെയിലിയർ സംഭവിച്ചിരിക്കുന്നത് ടോർഷൻ കൊണ്ടാണ്. റൈറ്റ്. അപ്പൊ നമുക്ക് ഫെയിലിയർ പൊട്ടിയത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എങ്ങനെ ഫെയിൽ ആയി എന്നുള്ളത്. നേരെ മറിച്ച് ആ ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ രണ്ട് ഡയറക്ഷനിൽ പിടിച്ച് വലിക്കുകയാണെങ്കിൽ 90 ഡിഗ്രിയിൽ ബ്രേക്ക് ആവും അല്ലെ. അതേ സമയത്ത് നമ്മളൊരു ഡക്റ്റൈൽ മെറ്റീരിയൽ നമ്മൾ എങ്ങനെയാണ് ഫെയിൽ ആവാൻ എക്സ്പെക്ട്, ആക്സിയൽ ലോഡിംഗ് ആണ് ആ മെറ്റീരിയലിന് വരുന്നെങ്കിൽ ആ മെറ്റീരിയൽ ഫെയിൽ ആവുന്ന ഈ പറയുന്ന പോലെ കപ്പ് ആൻഡ് കോൺ ഫോർമേഷനിലൂടെയാണ് അത് ഫെയിൽ ആവേണ്ടത്. ഓക്കെ. പക്ഷെ ഞാനിപ്പോ പോയി നോക്കിയ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയത് ആ മെറ്റീരിയൽ ഫെയിൽ ആയിരിക്കുന്നത് കറക്റ്റ് സെന്റർ പോയിന്റ് 2 പീസായിട്ട് പോയിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ. അത് 2 പീസായിട്ട് അങ്ങ് പോയി. ഓക്കെ. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്താണ് ഇത് ഫറ്റീഗ് കൊണ്ട് ഫെയിൽ ആയതാണോ. ഫറ്റീഗ് ഫെയിലർ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. കാരണം അവിടെ റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. ആ റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു സൈക്ലിക് ലോഡ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ പിന്നെ എനിക്ക് തിരിച്ചു ചിന്തിക്കാം ഇത് ഇങ്ങനെ ഫെയിൽ ആയി, അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയോ ഒരു ഫറ്റീഗ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സൈക്ലിക് ലോഡിംഗ് അവിടെ വരുന്നുണ്ട്. അപ്പൊ എവിടെയാണ് ഈ സൈക്ലിക് ലോഡിംഗ്, അത് എങ്ങനെ എനിക്ക് പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് ആലോചിക്കാം. റൈറ്റ്. അപ്പൊ ഇനീഷ്യലി നമുക്ക് അത് കണ്ടാല് മനസ്സിലാവുന്ന രീതിയിലേക്ക് എത്തണം. റൈറ്റ്. അപ്പൊ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഇതിനെ എങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറെ രസകരമാണ്. അപ്പൊ നമ്മളിപ്പോ ചെയ്ത വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ഫാറ്റീഗ് ഉണ്ടാവും, ഫെയിൽ ആവും. അപ്പോ ആ ഫെയിലിയർ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. അപ്പൊ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറെ ആളുകൾ അതിന്റെ മുകളിൽ വർക്ക് ചെയ്തത്. അവർ ഇതേപോലെ മെറ്റീരിയലിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഒരു എപ്പോ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സ്പെസിമെൻ വേണം. സ്റ്റാൻഡേർഡ് സ്പെസിമെൻ എടുത്തു, എന്നിട്ട് അതിന്റെ മുകളിൽ ഇതേ സാധനം തന്നെ ചെയ്തു, ലോഡ് കൊടുത്തു, ബെൻഡിങ് മൊമെന്റ് അപ്ലൈ ചെയ്തു, റൊട്ടേറ്റ് ചെയ്ത് നോക്കി, ചെക്ക് ചെയ്യാണ് ഇത് എപ്പോഴാണ് ബ്രേക്ക് ആവുന്നത്. അങ്ങനെ നമ്പർ ഓഫ് സ്പെസിമെൻസ് ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ഒരു നേച്ചർ ആണ് അങ്ങനെ. അപ്പോ ഫെറസ് മെറ്റീരിയലിന്റെ കേസിൽ മാത്രം കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫോളോയിങ് എ പെർട്ടിക്കുലർ പാറ്റേൺ. റൈറ്റ്. ഒരു 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 പോയിന്റിന്റെ ബിയോണ്ട് താഴേക്കാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഫെയിലിംഗ്. അപ്പൊ ആ ഒരു ലിമിറ്റ് അവർ പേരിട്ടു എൻഡ്യൂറൻസ് ലിമിറ്റ്. സി നമ്മള് എൻഡ്യൂറൻസ് എന്ന് പറയുന്ന ടേം നമ്മൾ നോർമൽ നിങ്ങളിപ്പോ പലരും ഇപ്പം ഇംഗ്ലീഷ് സീരീസ് ഒക്കെ കാണുന്ന ആളുകളായിരിക്കും. അപ്പൊ ഒരുവിധം പലതിലും ഈ ഒരു എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞ ടേം ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ് അല്ലെ. ഹീസ് ഹാവിങ് ഹൈ എൻഡ്യൂറൻസ് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ സ്ട്രെസ് താങ്ങാൻ പറ്റും, ആള് കൂളാണ് അല്ലെ. കുറെ കൂടെ അവർക്ക് പിന്നെ നമ്മൾ എത്ര സ്ട്രെസ് കൊടുത്താലും അവർക്ക് അത് എഫക്ട് ചെയ്യുന്നേ ഇല്ല, അവർക്ക് കൊള്ളുന്നേ ഇല്ല. അതാണ് ഈസ് ഹാവിങ് ഹൈ എൻഡ്യൂറൻസ് എന്ന് പറയും അല്ലെ. കുറച്ചുകൂടെ എൻഡ്യൂർ ആണ് അല്ലെ എന്ന് പറയാം. അതേ ടെർമിനോളജി, അതേ വേർഡ് മീനിങ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽ ഈസ് ഹാവിങ് മോർ എൻഡ്യൂറൻസ് സ്ട്രെങ്ത്. അല്ലെങ്കിൽ അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ സ്ട്രെസ് വാല്യൂ അതിൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് താഴെയാണെങ്കിൽ മെറ്റീരിയൽ വിൽ ബി സേഫ്. ഓക്കെ. ആ ലിമിറ്റ് ആണ് ഒരു എൻഡ്യൂറൻസ് ലിമിറ്റ് എന്ന് പേര് കൊടുക്കുന്നത്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. അത് ബേസ് ചെയ്ത് ഇനി 2-3 കൺസെപ്റ്റും കൂടെ ഉണ്ട്. നമുക്ക് ഇതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ കുറച്ച് കൺസെപ്റ്റും കൂടെ പഠിക്കാനുണ്ട്. ഗർബർ ലൈൻസ്, അതേപോലെ കുറച്ച് കൺസെപ്റ്റ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യുക. പ്രോബ്ലംസ് ഒക്കെ വളരെ വളരെ സിമ്പിൾ ആണ്. ഞാൻ ആദ്യം പറയാം. കുറച്ച് ബേസിക് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. ഈ സോഡർബർഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ല, ജസ്റ്റ് പെറുക്കി ഇടുക മാത്രമേ വേണ്ടൂ. പ്രോബ്ലംസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലും ഈ ഏരിയ ഒരു പ്രോബ്ലം ഉണ്ടാവും, തിയറീസ് ഓഫ് ഫെയിലിയർ എന്നൊരു പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ. സോ ഫൈൻ, താങ്ക് യു. നമുക്ക് ബാക്കി നാളെ കാണാം. ഓക്കെ. അറ്റൻഡൻസ് രാവിലെ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇപ്പം? ഒരു സെക്കൻഡ്, ഞാൻ അറ്റൻഡൻസ് പറയാം. ഓക്കെ. ആകാശ്, സോറി. ഓക്കെ, അറ്റൻഡൻസ് പറഞ്ഞു.